അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. നമുക്ക് നേരെ എന്ന ചോക്ലേറ്റ് കേക്കിൻ്റെ മേക്കിങ്ങിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നല്ലൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇതിനകത്തായിരിക്കും നമ്മൾ മിക്സിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കൊരു 4 മുട്ട പൊട്ടിച്ച് ഇടാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഈ ഉണ്ണി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പല പല വഴികളുണ്ടായിരിക്കാം, കുപ്പിയൊക്കെ വെച്ചെടുക്കുന്നത് ഉണ്ടാക്കാം. എന്തായാലും ഇതെല്ലാവരും നല്ലത് നമ്മുടെ കൈ തന്നെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കൈയൊക്കെ നല്ല വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് ഇതിനകത്ത് ഈ ഉണ്ണിയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 4 മുട്ടയുടെ വെള്ള ഈ പാത്രത്തിനകത്തോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതപ്പിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ പതപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ്. കറക്റ്റായിട്ട് പതഞ്ഞ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കേക്ക് മൊത്തം ഫ്ലോപ്പായി പോകും. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനകത്ത് നമ്മളപ്പോൾ പഞ്ചസാര പൊടി, അതായത് പഞ്ചസാര നമ്മൾ മിക്സി ചെയ്തിട്ട് പൊടിച്ച് വെച്ചത് അതിനകത്ത് ആഡ് കൊടുത്തായിരിക്കും നമ്മൾ പതപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പതപ്പിക്കാനായിട്ട് ഇതുപോലൊരു ഹാൻഡ് വിസ്കർ, നമ്മൾ ഈ കൈകൊണ്ട് തന്നെ ഇങ്ങനെ കറക്കി പതപ്പിക്കുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇതെന്തായാലും കൈകൊണ്ട് നടക്കില്ല, അതുകൊണ്ട് നമ്മളൊരു ഡ്രില്ലറാണ് യൂസ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ ഇന്നോവേഷൻ. അപ്പോൾ ഈ ഡ്രില്ലറിൽ നമ്മളിത് കണക്ട് ചെയ്തിട്ട് ഇതുകൊണ്ട് നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് പതപ്പിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒന്ന് പതപ്പിച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് പതപ്പിച്ച് കൊടുക്കാനായിട്ട് തുടങ്ങിയേക്കുവാണ്. അപ്പോൾ നമ്മൾ പതപ്പിക്കുമ്പോഴത്തേന് ഇങ്ങനെ സർക്കുലർ മോഷനിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ നേരെ പുറകോട്ടും താഴോട്ടും തന്നെ പോയാൽ മതി, മുന്നോട്ട് പുറകോട്ട്. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് പതിഞ്ഞ് തുടങ്ങി കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ പഞ്ചസാര പൊടി ഒരു കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും പതപ്പിക്കണം, വീണ്ടും പഞ്ചസാര പൊടി ഇടണം. അങ്ങനെ ആ ഒരു പോർഷനിൽ നമ്മളിങ്ങനെ മാറി ഇട്ട് കൊടുത്ത് നല്ലൊരു പതഞ്ഞ് നല്ലൊരു കൺസിസ്റ്റൻസി ആവണം. ഓക്കെ, അപ്പോൾ നമുക്കിനി പതപ്പിച്ച് തുടങ്ങാം. ഞാനിവിടെ മൊത്തം ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് പൊടിച്ച് വെച്ചിരുന്നത്. ഞാനിതിനകത്തുനിന്ന് ഈ ഒരു സ്പൂൺ യൂസ് ചെയ്യാണ് പഞ്ചസാര എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു 5-6 സ്പൂൺ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് വേണ്ട മീഡിയം ആയിട്ടുള്ള മധുരം കിട്ടും. കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. ഇനി കുറച്ചാണ് വേണ്ടെങ്കിൽ കുറച്ച് ചേർത്താലും ഓക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് പതപ്പിച്ച് സെറ്റാക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ എഗ്ഗ് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. എഗ്ഗും അതുപോലെ തന്നെ പഞ്ചസാരയുടെ പൗഡറും കൂടെ ചേർത്തിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഈ ഒരു നമ്മൾ ഇളക്കിയ സാധനത്തിൽ ചെറിയൊരു പീക്ക് പോലെ നിൽപ്പുണ്ട്. അപ്പോൾ അതായിരിക്കണം കൺസിസ്റ്റൻസി. അപ്പോൾ ഒന്നിലെ ഇങ്ങനെ പീക്ക് ഫോം ചെയ്യുന്ന പോലെ ആയിരിക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പാത്രം കണ്ടില്ലേ ഇങ്ങനെ കമത്തിയാലും നമ്മുടെ പത പുറത്തോട്ട് പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ അതാകുന്നിടം വരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോഴത്തേനും ഒരിക്കലും സർക്കുലറായിട്ട് മോഷനിൽ ബീറ്റ് ചെയ്യാൻ പാടില്ല. അത് ഇങ്ങനെ മേലോട്ട് താവട്ടെ അങ്ങനെ വേണം ബീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഒരുപാട് സ്പീഡിലും ബീറ്റ് ചെയ്യാൻ പാടില്ല. ഒരു കറക്റ്റ് ഒരു സ്മൂത്ത് ആയിട്ടുള്ള രീതിയിലായിരിക്കണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. അടുത്തായിട്ട് നമ്മൾ മാറ്റി വെച്ച എഗ്ഗിൻ്റെ യോക്ക് എടുക്കാം. 4 എണ്ണം ഉണ്ട്. ഞാൻ ഈ ബൗളിനകത്തോട്ട് മാറ്റാൻ പോകുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പിടാം. അടുത്തായിട്ട് നമുക്ക് വാനില എസൻസ് എടുക്കാം. ഞാനൊരു 2-3 ടീസ്പൂൺ വാനില എസൻസ് നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ആ എഗ്ഗിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ മാറി കറക്റ്റ് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കയറി വരുന്ന ആ ഒരു ലെവൽ വരെ നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടീസ്പൂൺ കറക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ആദ്യം പതപ്പിച്ച് വെച്ച് നമ്മുടെ മുട്ടയുടെ വെള്ളം എടുക്കാം. മുട്ടയുടെ വെള്ളം പഞ്ചസാരയും കൂടെ പതപ്പിച്ച് വെച്ചത്. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചെറിയൊരു അരിപ്പ എടുത്ത് വെച്ചിട്ട് 1 കപ്പ് മൈദാപ്പൊടി. ഓക്കെ, ഇതിപ്പോൾ അത്യാവശ്യം വലിയൊരു കപ്പ് മൈദാപ്പൊടി ഉണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് മൈദാപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് ഒരു 4 സ്പൂൺ കൊക്കോ പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നല്ലതായിട്ട് മിക്സ് ആയിട്ട് വീഴുന്ന പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പൊടി എല്ലാം ഇതിനകത്തോട്ട് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ മൈദ അതുപോലെ തന്നെ കൊക്കോ പൗഡറും പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഈ എഗ് യോക്കും അതുപോലെ തന്നെ നമ്മൾ വാനില എസൻസും ഉപ്പും കൂടെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നു. ഇത് നമുക്ക് ഇനി മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇളക്കുമ്പോഴത്തേക്കും ഭയങ്കര ശക്തിക്ക് നല്ല ഓവറായിട്ട് ഇളക്കാൻ പാടില്ല. നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വിടുന്ന പോലെ നല്ല സ്മൂത്തായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. അതായത് കേക്ക് ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാനായിട്ട് പാലും അതുപോലെ തന്നെ ബട്ടറും കൂടെ നമ്മൾ ചെറുതായിട്ട് ചൂടാക്കി എടുത്തേക്കുന്നതാണിത്. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് കേക്കിൻ്റെ ആ ഒരു കേക്ക് ബാറ്ററിൻ്റെ ആ കൺസിസ്റ്റൻസി കിട്ടുന്ന രീതിയിൽ കുറച്ച് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല സ്മൂത്തായിട്ട് ഫോൾഡിങ് മെത്തേഡിൽ ഇളക്കി കൊടുക്കാം.
അപ്പോൾ നമ്മളിവിടെ കേക്കിൻ്റെ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിലാണ് എടുത്തേക്കുന്നത്, കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിനകത്തോട്ട് മാറ്റാൻ പോവാണ്. ഇവിടെ ഞാൻ ഒരു പാത്രത്തിൻ്റെ സൈഡിൽ കൂടെ നെയ്യൊക്കെ തടവി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സൈഡിലൊന്നും ഒട്ടാതിരിക്കാനായിട്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിനകത്തോട്ട് ഈ ബാറ്റർ അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിനകത്തോട്ട് ഇതിൻ്റെ ബാറ്റർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇടിച്ചു കൊടുത്തതിനകത്തുള്ള ഓവറായിട്ടുള്ള എയർ ബബിൾസ് എല്ലാം പുറത്തു പോകാനായിട്ട് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക. ഇതിപ്പോൾ ഈ പാത്രത്തിൻ്റെ ഒരു പകുതി ഭാഗമാണുള്ളത്. നമ്മൾ ബേക്ക് ചെയ്ത് നന്നായിട്ട് ബേക്കായി കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ പൊന്തി വന്ന് നമ്മുടെ പാത്രത്തിൻ്റെ ഒരു ഓൾമോസ്റ്റ് നിറഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ നമ്മുടെ കേക്ക് കുക്കറിനകത്താണ് വെച്ച് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ അടിഭാഗത്തായിട്ട് നമ്മുടെ പാത്രത്തിന് ടച്ച് ചെയ്യാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഒന്ന് പൊക്കി നിർത്താനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുക്കർ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഉപയോഗിക്കാത്ത കുക്കർ വേണം ചൂസ് ചെയ്യാനായിട്ട്. സാമ്പാറൊക്കെ വെച്ച് കുക്കറൊക്കെ വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ കേക്കിന് ചിലപ്പോൾ സാമ്പാറിൻ്റെ രുചിയൊക്കെ വന്നിരിക്കും, ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിൻ്റെ അകത്ത് വെക്കാനായിട്ട് ഇതുപോലൊരു സാധനം എടുത്തിട്ടുണ്ട്. ഇത് തിരിക എന്നാണ് പറയുന്നത് ഇതിന്. അപ്പോൾ ഈ കുക്കർ പിന്നെ നമ്മൾ പ്രീഹീറ്റ് ചെയ്യണം. നമ്മൾ ഓവണൊക്കെ പ്രീഹീറ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമ്മുടെ ഈ കുക്കർ ഒന്ന് ഹീറ്റ് ചെയ്തെടുത്തിട്ട് വേണം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിനകത്തോട്ട് ഇറക്കി വെക്കാനായിട്ട്. ഓക്കെ, പിന്നെ സിമ്മിലായിരിക്കണം നമ്മൾ ഫ്ലെയിം വെക്കാനായിട്ട്. അതുപോലെ അങ്ങനെ ഒരു 45 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് ബേക്കായി കുക്കായി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ കേക്ക് ബാറ്റർ നമ്മുടെ കുക്കറിനകത്ത് ഇറക്കി വെക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ഇവിടെ വെച്ചൊന്ന് എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിക്കാൻ പോവാണ്. കുക്കർ ശരിക്കും ചൂടാക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് കുക്കറിന് നടുക്കോട്ട് ഈ ഒരു തിരികെ എടുത്ത് അതിന് സെൻറ്ററിലോട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ എടുത്ത് ഇതുപോലെ പയ്യെ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് കുക്കർ അടച്ചു വെക്കും. അപ്പോൾ നമ്മൾ വെയിറ്റ് ഇടാതെ വേണം കുക്കർ അടച്ചു വെക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊന്ന് ബേക്ക് ചെയ്തൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പം 3/4 മണിക്കൂർ കഴിഞ്ഞു. ഞാനിവിടെ വെന്തിട്ട് ഇത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇത് വെന്തെന്ന് മനസ്സിലാക്കുന്നതെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് ഭാഗമൊക്കെ നല്ല ഇങ്ങനെ വിരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ലോണം വെന്തിട്ട്. അപ്പോൾ ഇത് വെന്തോന്നറിയാനായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ടൂത്ത്പിക്ക് യൂസ് ചെയ്ത് ചെക്ക് ചെയ്യാൻ പറ്റും. ടൂത്ത്പിക്ക് നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ കുത്തി ഇറക്കിയിട്ട് എടുക്കുവാണെങ്കിൽ ഈ ടൂത്ത്പിക്കിലൊന്നും പറ്റിയിരിക്കാൻ പാടില്ല. നമ്മൾ കേക്ക് വെന്തിട്ടില്ലെങ്കിൽ കേക്കിൻ്റെ മാവ് അത് ബാറ്റർ ഇതിൽ ചെറുതായിട്ട് പറ്റിയിരിക്കും. അപ്പോൾ ഇപ്പോൾ എന്തായാലും ചെക്ക് ചെയ്തിട്ടൊരു ശകലം പോലും പറ്റുന്നില്ല. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇനി നമുക്കിതൊരു ചെറിയൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്താണ് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ സൈഡ് വഴി നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഓടിച്ചു വിടുവാണെങ്കിൽ ആ സൈഡ് ഭാഗം ഇങ്ങ് വിട്ടുപോരും. ഇനി നമുക്ക് ഇങ്ങനെ കൊട്ടി എടുക്കാൻ പറ്റും, കണ്ടില്ലേ? നമ്മൾ നല്ല ക്ലീനായിട്ട് നമ്മുടെ കേക്കിങ് പോന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ കേക്ക് ഇങ്ങനെ പ്ലേറ്റിനകത്തോട്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്ത് അങ്ങ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഇവിടെ കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് ചോക്ലേറ്റും കൂടെ മെൽറ്റ് ചെയ്ത് ഒഴിക്കാം അല്ലേ? അപ്പോൾ നമ്മൾ ചോക്ലേറ്റിൻ്റെ ടോപ്പിംഗ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഡയറി മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ചൂട് പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡയറി മിൽക്ക് ഇപ്പോൾ ഓൾറെഡി കുറച്ച് വെയിലൊക്കെ അടിച്ചിട്ട് മുഴുവൻ അലുത്തിരിക്കുകയാണ്. അതെന്തായാലും നമുക്ക് ഈ ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കേക്ക് റെഡിയാക്കി നമ്മുടെ മുകളിൽ ഒഴിക്കാനുള്ള ചോക്ലേറ്റ് ടോപ്പിംഗ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ഈ മുകൾ ഭാഗം ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒന്ന് ലെവലിന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ചോക്ലേറ്റ് അതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കേക്കൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ചോക്ലേറ്റ് ഒക്കെ നല്ലോണം മെൽറ്റ് ചെയ്തതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലിക്വിഡായിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ചേക്കുന്നത്, അത്ര കട്ടിയായിട്ടല്ല. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കേക്കിൻ്റെ അകത്തോട്ട് ചോക്ലേറ്റ് ചെറുതായിട്ടൊന്ന് ഇറങ്ങി ചെല്ലും. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ നമുക്ക് കൂടുതൽ കിട്ടും. അതിനായിട്ടാണ് ചോക്ലേറ്റ് ഇച്ചിലൂടെ ലൈറ്റാക്കി നമ്മൾ ഒഴിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടിട്ടെല്ലാം നല്ല അടിപൊളിയാണ്. ഇനി ഇത് കഴിച്ച് നോക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇവിടെ നമ്മുടെ ശ്രേയ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ കട്ട് ചെയ്ത് ഒരു പീസാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി ഇതൊന്ന് കഴിച്ച് നോക്കണമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ പീസാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് കഴിച്ച് നോക്കാൻ പോവാണ്.
ആ ചോക്ലേറ്റിൻ്റെ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചതൊക്കെ നല്ലോണം അതിനകത്തോട്ട് ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ കയറി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിന്ന് നല്ലൊരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി. ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇറങ്ങി നല്ല ഫ്ലേവറൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇഷ്ടമുള്ളവരൊക്കെ ഈ കേക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ റെസിപ്പി എല്ലാം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലെ കുക്കിങ്ങും പരിപാടിയൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണാനായിട്ട് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.